ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് പേര് കഴിഞ്ഞ മുരിങ്ങയിലയുടെ വീഡിയോ ഇല്ലേ, അത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഹോസ്റ്റലേഴ്സിന് പറ്റുന്ന ഏതെങ്കിലും പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് എനിക്കതിനുള്ള ബുദ്ധി വളർച്ചയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ ഹെയർ കെയറിൽ എനിക്കൊന്നും അങ്ങനെ അറിയണ്ടായിരുന്നില്ല ആക്ച്വലി. പിന്നെ നമ്മൾ കണ്ട് ആണല്ലോ പഠിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത് നൈറ്റായിരുന്നു ഞാൻ ഹെയർ വാഷ് ചെയ്യായിരുന്നു. പകലങ്ങനെ വാഷ് ചെയ്യൽ അന്നും ഇന്നും എന്നും ഞാൻ അങ്ങനെയാണ്. എനിക്ക് എപ്പോഴും രാത്രിക്കുള്ളിയാണ്, ഉറങ്ങുന്ന സമയത്താണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ്. ആ സമയത്തും ഞാൻ തലയിൽ എണ്ണയിട്ട് ഷാമ്പു ഇട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെയായിരുന്നു സംഭവം. പക്ഷേ ഹോസ്റ്റലേഴ്സിന് പറ്റുന്ന പാക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ പൊടിയോ അത് ഇതോ മിക്സ് ചെയ്ത് വെറുതെ അടിച്ച് തേച്ചിട്ട് കാര്യമില്ലല്ലോ. കുറേ പൊടികൾ കിട്ടും, വെറുതെ കലക്കി ഒഴിച്ചിരിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് യാതൊരു കാര്യമില്ല. ഇവൻ മറ്റേ മുരിങ്ങയിലയുടെ പൊടി മേടിക്കാൻ കിട്ടും, സത്യമാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ തൈര് ചേർത്ത് തലയിൽ തേക്കാം. ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവും, താരനൊക്കെ, സത്യമാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ല സാധനമല്ലേ പറഞ്ഞു തരിക, കുറച്ചും ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ. അപ്പോൾ അതിൽ രണ്ടേ രണ്ട് ഐറ്റംസ് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യം, ചൂടുവെള്ളം വേണം, അത് ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല. ദെൻ ചായപ്പൊടി, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത്, നീലഭൃങ്ങാതി, ചെമ്പരത്തിയാതി, വാട്ടെവർ, ഏതായാലും നിങ്ങൾ ഏത് എണ്ണയാണോ പ്രിഫർ ചെയ്യുന്നത് ആ എണ്ണ. ഈ രണ്ട് സാധനമാണ് വേണ്ടത്. 4 2 സാധനമാണ് വേണ്ടത്. വെളിച്ചെണ്ണ, ദെൻ ചായ വിത്തൗട്ട് പഞ്ചസാര. നമ്മൾ സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കൂലേ, കട്ടൻ ചായയിൽ പഞ്ചസാര ഇടാത്ത ചായ, യെസ്, വിത്തൗട്ട് ഷുഗർ ഉള്ള ചായ. ഈ 2 ഐറ്റമാണ് വേണ്ടത്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കും ചായ എങ്ങനെ വെക്കാനാണെന്ന് ചോദിക്കും. അത് ഉത്തരം എൻ്റെ കയ്യിലില്ല, നിങ്ങൾ തന്നെ വെക്കണം. എനിക്കതിന് ഉത്തരമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലേഴ്സ് ആകുമ്പോൾ മേ ബി ചിലപ്പോൾ നമ്മുടെ എന്തായാലും പറയാ ടീപ്പോട്ടോ അല്ലെങ്കിൽ കെറ്റിൽസ് ഇല്ലേ, കെറ്റിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചായ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ ചായ ഉണ്ടാക്കണം. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ചായ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കൽ എനിക്കത് എത്രത്തോളം ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ല, എത്രത്തോളം അത് ക്വാളിറ്റി ഉണ്ടാവും അറിയില്ല. കാരണം ഇത് അപ്പാപ്പ ഉപയോഗിക്കേണ്ട സാധനമാണ്, കുറേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റം അല്ല ഇത് ആക്ച്വലി. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പാപ്പ വേണം. ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് വെച്ച് ചൂടൊക്കെ ആറി അതിൽ മിക്സ് ചെയ്ത് നന്നായി ഇങ്ങനെ നമ്മളിങ്ങനെ മുട്ട അടിക്കൂലേ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് നല്ലപോലെ പതപ്പിച്ചിട്ട് നമ്മൾ തലയിൽ വെച്ച് ഒരു 15 minutes ആഫ്റ്റർ ജസ്റ്റ് വാഷ് ചെയ്താലും പൊള്ളിയാണ്. വെളിച്ചെണ്ണ ഇടുന്നതുകൊണ്ട് മീൻസ് കട്ടി വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഷാമ്പു ഇടണോ വേണ്ടതെന്ന്. പക്ഷേ കണ്ടീഷണർ ഇടാൻ ഞാൻ പറയില്ല, ഷാമ്പു ഇട്ടാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതല്ലെങ്കിൽ നീരിറക്കം, സൈനസൈറ്റിസ്, മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ എന്നെ വന്ന് തെറി വിളിക്കരുത്. സോ അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാനൊന്നുമില്ല, ജസ്റ്റ് ആ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ട് തേക്കണം കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇനി ഇത് ആക്ച്വലി നല്ല പോലെ തണുക്കട്ടെ. നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലയിൽ കൊണ്ടൊഴിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം നമുക്ക് തലയ്ക്കൊരു സുഖമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ പകൽ, അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ തലയ്ക്ക് ഒരു തണവൊക്കെ നിൽക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പിന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. തേയിലപ്പൊടി നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ടും നമ്മുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെഡ് ചെയ്ത് നിൽക്കുന്ന ഹെയർസ് ഇല്ലേ, അതായത് ഇങ്ങനെ നിൽക്കുന്ന ഹെയർസ് കാണാൻ പറ്റും, എനിക്കിഷ്ടം പോലെ ഉണ്ട്. സോ ഇങ്ങനെ നിൽക്കുന്ന ഹെയർസൊക്കെ ഒന്ന് ഡിമ്മാക്കാനൊക്കെ നല്ലതാണ് ഈ സാധനം. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ നല്ലതാണ്.
ചായപ്പൊടി. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ കളർ ഏതാണ്, നമ്മുടെ ഇപ്പോൾ കറുപ്പാണെങ്കിൽ കറുപ്പ് ആ കളർ ജസ്റ്റ് അതൊന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ചായപ്പൊടി ഭയങ്കര നല്ലതാണ്. ചായവെള്ളത്തിൽ തല കഴുകുന്നതും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് കാണിച്ചു കേട്ടോ ബാക്കി. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ മുടി കൊഴിച്ചൽ മാറ്റാനായിട്ട് നമ്മുടെ സ്റ്റിമുലേഷൻ കൂട്ടും, ഹെയർ ഗ്രോത്ത് കൂട്ടും. അതിനൊപ്പം തന്നെ ഈ പൊട്ടി പോകുന്ന മുടികളില്ലേ, അതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുക. അപ്പോൾ അതൊക്കെ മാറ്റി ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എണ്ണ ചേർക്കുന്നതിന് കാരണം തേയിലപ്പൊടി കുറച്ച് ഡ്രൈയിങ് ആണ്. അപ്പോൾ നമ്മളതിൽ എണ്ണ കൂട്ടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ ജസ്റ്റ് ഒന്ന് സെറ്റിലായിരിക്കും, നന്നായിട്ടൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഷാമ്പൂവിനേക്കാൾ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക, എന്തായാലും കഴുകി കളയണം. അതിന് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചെയ്യുന്ന സാധനം നമ്മുടെ ഈ എന്തല്ല ചെമ്പരത്തിയുടെ ഇലയില്ലേ, അതല്ലാത്ത പക്ഷം നമ്മുടെ ഈ മറ്റേ ചെമ്പരത്തിയുടെ തന്നെ മീരാസ് പൗഡർ അങ്ങനത്തെ എന്താ സംഭവമില്ല. ഞാനത് കുറേ കാലം ഉപയോഗിച്ചിരുന്നു. അത് ഭയങ്കര ഓർഗാനിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചാലും നല്ലതാണ് ആക്ച്വലി. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു 30 days ചലഞ്ച് ചെയ്താലെന്ന് ആലോചിക്കുന്നുണ്ട് ഹെയറിൻ്റെ. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയട്ടോ, കമൻറ്റ് ബോക്സ് പറയും, കമൻറ്റ് ബിലോ. യെസ്, അങ്ങനെയാണല്ലോ അപ്പം ന്യൂജൻ ടീംസ് പറയും, കമൻറ്റ് ബിലോ. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. സോ ഭാഗ്യമുണ്ടെങ്കിൽ ചെയ്യാം. ദെൻ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇപ്പോൾ അത് അരിച്ച്, അതായത് ചായയിൽ തിളപ്പിച്ചല്ലോ, അത് അരിച്ച് ഫ്രിഡ്ജിൽ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യാം. അതല്ലാത്ത പക്ഷം ജസ്റ്റ് കയ്യിലൊഴിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇതിങ്ങനെ കയ്യിലൊഴിച്ച് ഇങ്ങനെ ചെയ്യാനാ. നമ്മുടെ കൈയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ തലയൊട്ടി ഒന്ന് സ്റ്റിമുലേറ്റ് ആവും. നല്ല സുഖമല്ലേ അങ്ങനെ ചെയ്യാനായിട്ട്. സോ ഞാൻ ഇത് ചെയ്യുമ്പോൾ കാണിച്ചു തരാട്ടാ. ഓക്കേ യെസ്. അപ്പോൾ ഞാൻ ദേ ഈ ക്ലാസ്സിൽ കണ്ടോ, ഇങ്ങനെ ഇച്ചിരി കളയണ്ടല്ലേ, ഇത്തിരി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് മുടി അഴിച്ചിട്ടിട്ട്, കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ മുടി എങ്ങനെയാണ് ഇങ്ങനെ കേളായി കിടക്കുന്നതെന്ന്. ആക്ച്വലി സത്യം പറയാമല്ലോ, ഞാൻ ഒരു സാധനം തേച്ചിട്ടില്ല. ഞാൻ 2-3 ദിവസമായി തല കഴുകിയിട്ട് തന്നെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, സത്യമായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടി വയ്ക്കും. ഞാൻ രാത്രി ഇങ്ങനെ അഴിച്ചിട്ട് പറത്തിയോണ്ട് നടന്ന് മുടി നശിപ്പിക്കുന്ന ഒരാളല്ല ഞാൻ. പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഭയങ്കര ഈ മുടി ഇങ്ങനെ താഴ്ത്തോട്ട് കിടക്കുന്ന അങ്ങനത്തെ ഒരു ലോങ് ഹെയറിനോട് ഇഷ്ടമില്ലായിരിക്കല്ല, കാണാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വളർത്താൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാൻ. സോ നോക്കാൻ മടിയാണ്, സത്യം പറഞ്ഞാൽ നോക്കാൻ മടിയാണ്. അപ്പോൾ നമുക്ക് തേക്കാം. അതല്ലാണ്ട് ഞാനൊരു കുന്തവും തേക്കണില്ല കേട്ടോ ആക്ച്വലി. സോ അയ്യോ, കുറച്ചെൻ്റെ ഡ്രസ്സിൽ പോയി ആക്ച്വലി. ചായയുടെ മണം കേട്ടോ. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈരുക. എന്നെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ എന്നെ കാണുന്നില്ലേ? ഓക്കെ എന്താ, ഞാൻ മുടി ജസ്റ്റ് നല്ല പോലെ ഈരി ഒന്ന് സെറ്റാക്കാം ആദ്യം. സെറ്റാക്കി വയ്ക്കാതെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ നീക്കൂലേ, അതേപോലെ കയ്യിലൊഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നില്ല എന്നാണ് സാരം പറഞ്ഞു വന്നത്. ഇങ്ങനെ കയ്യിലൊഴിക്കുക, നിങ്ങൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ തേക്കുക. അമ്മ ഇതെവിടെ വണ്ടി വരുന്ന നോക്കിക്കോളോ.
നല്ല കടുപ്പനുള്ള കട്ടൻ ചായ മണക്കുന്നൊരു ഫീല്. ജസ്റ്റ് അതിൻ്റെ കൂടെ നല്ല നാടൻ വെളിച്ചെണ്ണയുടെ ഒരു മണം. അടിപൊളി. ഇത് മൊത്തം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക തലയിൽ കേട്ടോ. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഈരുക. അത് നല്ല രീതിക്ക് നമ്മുടെ തലയോട്ടിയിൽ ഈ സാധനം പിടിക്കണം. പിടിക്കണം തലയിൽ. ഓക്കെ, ഞാനിത് ഫുള്ള് തേക്കട്ടെ കേട്ടാ. ഇനിയത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഓട്ടിയിലാക്കി കഴിഞ്ഞാൽ ഈ ക്ലാസ്. ഞാൻ ആക്ച്വലി ഈ സാധനം അകത്തെ ക്ലാസ്സാണ്. നിങ്ങൾ ഇതിലിങ്ങനെ വെച്ച് തുമ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ കമത്തുക. അപ്പോൾ ആക്ച്വലി ഇതിങ്ങനെയായിട്ട് കിട്ടും നമ്മുടെ തല. നല്ല ഭംഗിയില്ലേ, കുമ്പിടിത്തല. സോ ഒരു 10-15-20 മിനിറ്റ് നിങ്ങളിത് പിടിക്കുക. ദെൻ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. നിങ്ങൾക്ക് കുഴപ്പമില്ല. കുറച്ച് വെളിച്ചെണ്ണ തലയിൽ നിന്നോട്ടെ എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ തലയിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. സോ നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഇതാണ് എൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് എൻ്റെ മുടിയുടെ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടിയും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇന്ന് എനിക്ക് വീഡിയോ വേഗം അപ്ലോഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ കുക്കറൊക്കെ പൊട്ടി തെറിപ്പിക്കുക വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് ഉണങ്ങാനായിട്ടുള്ള ക്ഷമയില്ല. പിന്നെ ഞാൻ പൊതുവെ ഹീറ്റർ ഇട്ടിട്ട് ഉണങ്ങാൻ അത്രയ്ക്ക് അങ്ങനെ ഹീറ്റർ ഇട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. സോ ഇതാണ് മൊത്തത്തിലുള്ളൊരു ഇത് വരുന്നത്. കുറച്ചും കൂടിയും നല്ല ഭംഗി ഉണ്ടാവും. ഉണങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് എന്തായാലും യൂസ് ചെയ്യണം. ദെൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് വന്നിട്ട് കമൻറ്റിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റിൽ വന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും ഒന്ന് പറയണം കേട്ടോ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റ ബൈ സീ യു. സോ മറക്കരുത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ ടാറ്റ.